അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അന്യരായ രണ്ടുപേരെ പരസ്പരം ഒന്നിപ്പിക്കുന്ന മഹത്തായ കർമ്മമാണ് നിക്കാഹ്. നിഷിദ്ധമായിരുന്ന പലതും അതോടെ ഹലാലാകുന്നു. ഇരു വീട്ടുകാരുടെയും ആലോചനയുടെയും അന്വേഷണത്തിൻ്റെയും ഒടുവിലാണല്ലോ നിക്കാഹ് നടക്കുന്നത്. ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും പരസ്പര താൽപ്പര്യവും വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ടാണ് പെണ്ണുകാണൽ സുന്നത്തായത്. മുഖവും മുൻകൈയും നോക്കാം, മറ്റു ശരീരഭാഗങ്ങൾ കാണാൻ സമ്മതമില്ല. പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടാൽ പിന്നെ എന്തും പറ്റും എന്ന ധാരണ ശരിയല്ല. നിക്കാഹ് കഴിഞ്ഞാൽ മാത്രമേ നിഷിദ്ധമായിരുന്നവ അനുവദനീയമായി കിട്ടുകയുള്ളൂ. ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് വാഹനമോടിക്കൽ ശിക്ഷാർഹമാണല്ലോ. കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വധൂവരന്മാരെ പോലെ തന്നെയാണ് നമ്മുടെ നാടുകളിലെ അധിക യുവതി യുവാക്കളുടെയും പെരുമാറ്റം. ഫോൺ വിളി, പരസ്പരം ഒത്തുകൂടൽ, ടൂർ, അങ്ങനെ നീളുന്നു അതിൻ്റെ ലിസ്റ്റ്. സതുദ്ദേശത്തോടെ ഉപദേശിച്ചാലും നമ്മുടെ ന്യൂ ജനറേഷൻ അതൊന്നും ചെവി കൊള്ളില്ല. നിങ്ങളാരാ ഉപദേശിക്കാൻ? നിങ്ങൾ പോടോ, അതിലിപ്പോ എന്താ കുഴപ്പം? കല്യാണം ഉറപ്പിച്ചതല്ലേ. ദീൻ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഇതൊക്കെ വലിയ കാര്യം തന്നെയാണ്. അല്ലാത്തവർക്ക് എന്ത്? ചാത്തപ്പനെന്ന് മഹ്ശറയെന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ പല ബന്ധങ്ങളും കല്യാണത്തിന് മുമ്പുള്ള ഈ ഫോൺ വിളി കാരണം തകർന്നടിയുന്നത് നമുക്ക് ചുറ്റും കാണുന്നുണ്ടല്ലോ. ഈ ഫോൺ വിളി അല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റിംഗ് അടുത്ത കാലത്തായി സർവ്വസാധാരണമായി കണ്ടുകൊണ്ടിരിക്കുന്നു. കുറച്ചൊക്കെ ദീൻ പുലർത്തുന്നവരിലും ഈ വൈറസ് ബാധ കാര്യമായി ഏറ്റിട്ടുണ്ട്. വൈകാരികത ഉണ്ടാക്കുന്ന ഇത്തരം ഇടപെടലുകൾ ഹറാമാണെന്ന് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്റെ ഫത്വഹുൽ മുഈൻ 361 പേജിൽ വ്യക്തമായി പറയുന്നുണ്ട്. തെറ്റുകളെ നാം നിസ്സാരമായി തള്ളിക്കളയരുത്. അത് കപടന്റെ അടയാളമാണ്. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു സത്യവിശ്വാസിക്ക് തെറ്റുകളെ അവന്റെ ശരീരത്തിലേക്ക് പതിക്കുന്ന പർവ്വതത്തെ പോലെയാണ് അനുഭവപ്പെടുക. കപടവിശ്വാസിക്ക് തന്റെ മുന്നിലൂടെ വട്ടമിട്ട് കറങ്ങുന്ന ഒരു ഈച്ചയെ തട്ടിമാറ്റുന്ന പ്രതീതിയെ ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു നന്മ മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. നന്മ തോന്നുന്നെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.